എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. PV അൻവറിനെ എന്തായാലും ഇപ്പോൾ തെരുവിലിറക്കി നിർത്തിയിരിക്കുകയാണ് എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. അപ്പോൾ ദയാവധമാണോ അതോ നേരിട്ടങ്ങ് വെട്ടിക്കൊല്ലാനാണോ സതീശന്റെ പ്ലാൻ എന്നത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ വെട്ടിക്കൊല്ലാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തി ഉയർത്തി കഴുത്തിന് മുകളിൽ പിടിക്കുന്നതിന് പകരം അങ്ങ് അറക്കണം. അതിന് പകരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിനാണ് മെയിൻ. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. 2-ാം തീയതി UDF ഏകോപന സമിതി കോഴിക്കോട്ട് ചേർന്ന് തീരുമാനമെടുക്കാൻ UDF ചെയർമാൻ എന്ന നിലയിൽ VD സതീശനെ ചുമതലപ്പെടുത്തിയതാണ്. എനിക്കിത് നടക്കുമെന്നുള്ള എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശന് എന്താണ് ഇത്ര പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല? നീ എന്താണ് വിചാരിച്ചത് ഞങ്ങൾ പൊട്ടന്മാരാന്നാ? ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. ഈ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി പ്രചാരണത്തിനുള്ള സമയമാണ് അൻവറിനെ കുറിച്ച് ചർച്ച ചെയ്ത് കളയുന്നത്. UDFന് എന്താ ജയിക്കണ്ടേ? ഈ സീറ്റ് വേണ്ടേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രചാരണത്തിന് ആര്യാടൻ ഷൗക്കത്തിന്റെ കൂടെ എല്ലായിടങ്ങളിലേക്കും എത്തേണ്ട നേതാക്കളൊക്കെ PV അൻവറിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ. ചില ഉരുപ്പിടികൾ അങ്ങനെയാ, പ്രായമായാലും ഒതുങ്ങിയല്ലേ. അത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് LDFന് ഗുണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. കാരണം LDFനെ വളരെ ചെറുതായി ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്ന മട്ടിൽ വളരെ ഈസിയായി കാണുകയാണ് സതീശനും കൂട്ടരുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത്. ഇതിൽ നിന്നും നമുക്കെന്താ മനസ്സിലാവുന്നത്? 2 മത്സര പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും. കാരണം LDFന് ആ സീറ്റ് അൻവർ പോയതോടുകൂടി എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഈ സീറ്റ് കിട്ടും, മത്സരിക്കാതെ തന്നെ ഞങ്ങൾ ജയിച്ചു, MLA ആയി കഴിഞ്ഞിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത്, ഇനി MLA ബോർഡ് വെച്ച കാറിൽ കയറ്റി ഇരുത്തിയാൽ മാത്രം മതി. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ.